സൂചി കുത്തിയിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് ഊരാനും കിട്ടുന്നില്ല. ഇതെന്താ സംഭവം എന്നല്ലേ? ആരി വർക്ക് പഠിക്കാനുള്ള ശ്രമം നടത്തുകയാണ് മക്കളെ. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കില്ലെന്ന് കണ്ടത് ഞാൻ പിറ്റേ ദിവസം തന്നെ സ്റ്റാൻഡ് മേടിച്ച് കളയാമെന്ന് വിചാരിച്ച് ആലുവയിലേക്ക് ഓടി. ആലുവയിൽ ചെന്നത് ടൈലേഴ്സ് മാർട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ അപാര തിരക്ക്. കയറി ചെന്നപ്പോൾ തന്നെ അത് കാരണം വീഡിയോ ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടാ. നല്ല തിരക്കായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ നോക്കിയപ്പോൾ മക്കൾ ഇതേ ഡയറി മിൽക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നു. പിന്നെ നമ്മൾ വിടുമോ? അത് തിന്നിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാൽ പിന്നെ അത് തിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് തിന്നണട്ടെ കാണുന്നത്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ ആ കവറിൽ എന്താണെന്ന് തപ്പി നടക്കണമായിരുന്നിട്ട് ആ രണ്ട് മക്കളും യൂണിഫോമും കൂടി മാറ്റാണ്ടാണ് ആ പണിക്ക് നിൽക്കുന്നത്. എന്നാൽ പിന്നെ അത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് കാണുന്നത്. ആരി വർക്കിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. അതിൻ്റെ കുറച്ച് ഐറ്റംസും സ്റ്റാൻഡ് നമ്മൾ ചെയറിലിരുന്ന് ചെയ്യുന്ന സ്റ്റാൻഡാണ് മേടിച്ചത്. മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതേ സ്റ്റാൻഡിൻ്റെ ആ വുഡൻ ഫ്രെയിമൊക്കെ നനഞ്ഞു പോയിട്ടാണ്. ബാക്കിയൊക്കെ തുടച്ചാൽ പോകും. അത് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴാണ് ഉണങ്ങിപ്പോയത്. പിന്നെ ഒരു കിറ്റിൽ കുറച്ച് സാധനങ്ങളും. ഇത് നമ്മുടെ സോൾഡറിങ് അയണാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായത് കംപ്ലൈൻ്റ് ആയിപ്പോയി. എന്നാൽ പിന്നെ ഒരു നല്ലത് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇത് കണ്ട മാറ്റി അതിൻ്റെ പിന്ന് മാറ്റിയിടുന്ന ടൈപ്പാണ് കേട്ടോ മേടിച്ചത്. 350 രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഒരുവിധമുള്ള സാധനങ്ങളെല്ലാം ടൈലേഴ്സ് മാർട്ടിലുണ്ട് കേട്ടോ. നല്ലൊരു ഷോപ്പാണ്. എനിക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ത്രെഡും സിബും പിന്നെ ഈ ആരി വർക്കിന് ആവശ്യമായ ജെറി ത്രെഡ്, അയൺ നീഡിൽ, പിന്നെ നൈലോൺ ത്രെഡ്, പിന്നെ എന്താണ് ജർദോസിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണാവോ മേടിച്ചേക്കുന്നത്. ഇനി ചെയ്ത് നോക്കിയാലും അറിയാം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ. പിന്നെ എൻ്റെ മോള് ആ സ്റ്റാൻഡ് നമുക്ക് അവിടെ നിന്ന് അഴിച്ചാണ് കേട്ടോ തന്നു വിട്ടത്. സെറ്റ് ചെയ്ത് കാണിച്ചെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. മോൾ ഭാഗത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ചെയറിലിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ റൗണ്ടിലേക്ക് നമ്മൾ ആ ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇതിൻ്റെ പണി വളരെ പെട്ടെന്ന് കഴിയും. പിന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ചെയ്യാനുള്ളൊരു ആക്രാന്തം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തെടുക്കണാണ് കാണുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ ഈ ചെയ്ത് നോക്കുന്നത്. നേരത്തേലും എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാന്ന് കാരണം ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായി. പിന്നെ പ്രാക്ടീസിലൂടെ ഇതൊക്കെ പഠിച്ചോളൂ എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.